ഹലോ ഗൈസ്, ഇച്ചസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് സെൻറ്റ് ആൻസ് ചർച്ചിലാണ്. സൺഡേ ആയിട്ട് നമ്മൾ ഈവനിങ് ആണ് ചർച്ചിൽ വന്നത്. ചർച്ചിൽ ആരാധനയൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ ആരാധനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ചേലൻ സ്റ്റേഡിയത്തിലാണ് ഗൈസ്. അവിടെ വനിതാ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കിടന്നപ്പോഴത്തേക്ക് ഹോം അപ്ലയൻസസിൻ്റെ ഒരു കമനീയ ശേഖരം തന്നെയാണ് ഫസ്റ്റിൽ നമ്മളവിടെ കാണുന്നത്. കുറേ അധികം ഫ്രിഡ്ജുകളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, വേൾപൂളിൻ്റെ കമ്പനിയുടെയൊക്കെ. പിന്നെ എൻ്റെ പരിപാടികൾ അവിടെ നിന്ന് ആരംഭിച്ചു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. 50% ഓഫുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരിടത്ത് ഭയങ്കര ആൾക്കൂട്ടം ഗൈസ്. എന്താണെന്ന് കാര്യം ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴാണ് ആ കാഴ്ച നമ്മൾ കണ്ടത്. ഞാനും കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി. എന്താണെന്ന് വെച്ചാൽ ഡിഷ് വാഷറാണ്. അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന മെഷീൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പല ഓഫറുകളിലായിരുന്നു, പല കമ്പനികളുടെ. അതുപോലെ സോഫകൾ, അതുപോലെ തന്നെ മെത്തകളൊക്കെ ഉണ്ടായിരുന്നു. പല കമ്പനികളുടെ വെറൈറ്റി മെത്തകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം 50% ഓഫാണ്. പിന്നെ കട്ടിലുകൾ, അലമാരികൾ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തിനും തന്നെ 50% ഓഫ്. പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കുറേ ഫോട്ടോസുകളൊക്കെയാണ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വാങ്ങാം വേണമെങ്കിൽ. പിന്നെ സൈഡ് 2 സൈഡുകളിലും സ്റ്റോളുകളാണ്. ഒരു 500 സ്റ്റോൾ തന്നെയുണ്ട് ഗൈസ് ഇവിടെ. പിന്നെ കുറേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കിയപ്പോഴാണ് അതൊരു ഫുഡ് സ്റ്റോളാണ്. അവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഫുഡ് വരും. അത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാം. അങ്ങനെ എൻ്റെ ഉഴമെത്തി ഗൈസ്. ഞാനും അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. എനിക്കിഷ്ടപ്പെട്ട 3 പാക്കറ്റ്സ് അവിടെ നിന്ന് വാങ്ങി. പിന്നെ അടുത്ത സ്റ്റോറിലേക്ക് പോയി. പിന്നെ നമ്മൾ പോയ ഡ്രസ്സുകളുടെ ഒരു കമ്പനി ശേഖരത്തിലേക്കാണ് ഗൈസ്. വിവിധ തരം ഡ്രസ്സുകളുണ്ടായിരുന്നു. വെസ്റ്റേൺ ഉണ്ടായിരുന്നു, മോഡേൺ ഉണ്ടായിരുന്നു, നാടൻ ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഡ്രസ്സ് ഐറ്റംസുകളുണ്ടായിരുന്നു. അടുത്ത സ്ഥലത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ഗൈസ് പപ്പടത്തിനൊരു കമ്പനി ശേഖരമാണ് നമുക്കിവിടെ കാണുന്നത്. ലൈവായിട്ട് പപ്പടം വറുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അവരവിടെ. സാമ്പിളായിട്ട് അവിടെ വെച്ചിട്ടുമുണ്ട്. അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് 3 പപ്പടം എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. 3 ഞാൻ വാങ്ങുകയും ചെയ്തു. അടുത്തായിട്ട് നമ്മൾ അച്ചാറിനൊരു കലവറയിലേക്കാണ് ചെന്നത്. വിവിധ തരം അച്ചാറുകളുണ്ടായിരുന്നു. പിന്നെ അടുത്ത സ്റ്റോളെന്ന് പറയുന്നത് ഡ്രസ്സിൻ്റെ തന്നെ സ്റ്റോറുകളൊക്കെയാണ്. വിവിധ തരം ഡ്രസ്സുകളാണ്. ഇതൊരു കസവുകടയൊക്കെയാണ്, പൊളിയാണ്. മധുരപ്രേമികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന അലുവയൊക്കെ ഇവിടെ ധാരാളം വെറൈറ്റികളുണ്ടായിരുന്നു. പിന്നെയും ഡ്രസ്സ് കടയാണ്, ആയുർവേദ സ്റ്റോറാണ്. അടുത്ത് നമ്മൾ പോകുന്ന സ്റ്റോറ് ജാക്ക് വേൾഡ് എന്ന് പറയും. ചക്ക വിഭവങ്ങളുടെ ഒരു കമ്പനി ശേഖരം. ചക്ക ചിപ്സ്, സ്ക്വാഷ്, ജ്യൂസുകൾ, അങ്ങനെയൊക്കെ ഐറ്റംസൊക്കെയാണ്. ചക്ക കൊണ്ടുള്ള വിഭവങ്ങളാണ് കൂടുതലും ഉള്ളത്. നെക്സ്റ്റ് സ്റ്റോറ് കുറേയധികം വെറൈറ്റി ബാഗുകളൊക്കെ ഉള്ള ബാഗ് സ്റ്റോറായിരുന്നു. പിന്നെ ഡ്രസ് സ്റ്റോർ ഉണ്ടായിരുന്നു. പിന്നെ തവികളുടെ ഒരു കമ്പനി ശേഖരം തന്നെയായിരുന്നു ഇവിടെ. തവി മാത്രമല്ല, മുള കൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മുറമുണ്ടായിരുന്നു. കുട്ടയുണ്ടായിരുന്നു. അങ്ങനെ പലവിധ സാധനങ്ങളുണ്ടായിരുന്നു. നെക്സ്റ്റ് സ്റ്റോള് ബുക്ക് സ്റ്റോളായിരുന്നു. ഒരുപാട് ബുക്കുകളുണ്ടായിരുന്നു. വായിക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ്. പിന്നെ അങ്ങോട്ട് വാഹനങ്ങളുടെ മേളയായിരുന്നു ഗൈസ്. സ്കൂട്ടി, കാറ്, ബൈക്ക്, ബുള്ളറ്റ്, ഓട്ടോ, അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ കുടുംബശ്രീ ഫുഡ് കോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഞങ്ങളങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒത്തിരി ആളുകളുണ്ടായിരുന്നു ഗൈസ്. അവിടെ സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാംസ് ഒന്നുമില്ല, അതൊക്കെ കഴിഞ്ഞായിരുന്നു. ഫുഡ് കഴിക്കണമെങ്കിൽ കൂപ്പണൊക്കെ എടുക്കണം ഗൈസ്.
നെയ്ച്ചോറ്, ബിരിയാണി, ഊണ്, പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു കൂപ്പണിൽ. ഞങ്ങൾ നാടൻ വിഭവമായ കപ്പയും മീൻകറിയാണ് കൂപ്പൺ എടുത്തത്. ഒരു രക്ഷയില്ല ഗൈസ്, സൂപ്പർ ഫുഡായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് പിക്കൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ഗെയിം സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല പൂന്തോട്ടം നമുക്കായി അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ബൊഗൈൻവില്ലയാണ് താരം. വെറൈറ്റി കളറുകളുണ്ടായിരുന്നു. ഓറഞ്ച് ഞാൻ ആദ്യമായിട്ട് കാണാം ബൊഗൈൻവില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു പൂക്കളും ചെടികളൊക്കെ കാണാൻ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.